2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ കോട്ടകൾ തകർന്നടിഞ്ഞതും അതിനു പിന്നാലെ CPM കേന്ദ്ര നേതൃത്വത്തിൽ ഉയർന്നുവന്ന അസാധാരണമായ പടയൊരുക്കവും കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ ഏകാധിപത്യ ശൈലിക്കും കുടുംബവാഴ്ച മോഹങ്ങൾക്കും എതിരെയുള്ള വിമർശനങ്ങൾ ഡൽഹിയിലെ AKG ഭവനിൽ അലയടിക്കുമ്പോൾ അത് പിണറായി യുഗത്തിന്റെ അന്ത്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്ന ചോദ്യം പ്രസക്തമാകുന്നു. ബംഗാളിൽ CPMന്റെ 34 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്തുണ്ടായ നയപരമായ പാളിച്ചകളും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമായിരുന്നു. അതേ ധാർഷ്ട്യവും അധികാര കേന്ദ്രീകരണവുമാണ് കേരളത്തിൽ പിണറായി വിജയൻ പിന്തുടർന്നതെന്നാണ് പോളിറ്റ് ബ്യൂറോയിലെ പൊതുവായ വിലയിരുത്തൽ. ഭരണ തുടർച്ച ലഭിച്ചതോടെ ജനകീയ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പിണറായി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വൻകിട പദ്ധതികളും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കുമായിരുന്നു. കേരളയിൽ പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയെങ്കിലും അത് പരിഗണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മന്ത്രിസഭയിലെ സഹപ്രവർത്തകരെയും പാർട്ടിയെയും നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ കാരണമായി. പാർട്ടി അണികൾക്കിടയിൽ പോലും മുഖ്യമന്ത്രിയുടെ റൂട്ട് മാർച്ചും അമിതമായ സുരക്ഷാ സന്നാഹങ്ങളും പരിഹാസമായി മാറി. CPM പോലുള്ള ഒരു കേഡർ പാർട്ടിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കുടുംബവാഴ്ച എന്ന ആരോപണം പിണറായിക്ക് നേരെ ഉയർന്നത് PM മുഹമ്മദ് റിയാസിന്റെ വളർച്ചയോടെയാണ്. 2026 തോൽവിക്ക് ശേഷം റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തിക്കാട്ടാനുള്ള നീക്കത്തെ PBയിലെ യുവ നേതാക്കൾ തന്നെ ശക്തമായി എതിർത്തു. സീനിയർ നേതാക്കളെ പോലും അപ്രസക്തരാക്കി റിയാസിന് നൽകിയ അമിത പ്രാധാന്യം പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായി. മരുമോനിസം പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ലെന്ന കർശന നിലപാടാണ് PB കൈക്കൊണ്ടത്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഈ കുടുംബവാഴ്ച പ്രവണതയെ വോട്ടിലൂടെ ശിക്ഷിച്ചു. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. കേരളത്തിലെ CPMൽ പിണറായി വിജയൻ എന്നൊരൊറ്റ സൂര്യൻ മാത്രമേ ഉണ്ടാകൂ എന്ന നിർബന്ധ ബുദ്ധിയാണ് KK ശൈലജയെ പോലുള്ള ജനപ്രിയ നേതാക്കളെ വെട്ടിനിർത്താൻ കാരണമായതെന്ന് PB വിലയിരുത്തി. കോവിഡ് കാലത്ത് ലോകം ശ്രദ്ധിച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ശൈലജ ടീച്ചറെ സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് മാറ്റിയത് അവരെ പരാജയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നുവെന്ന് കരുതുന്നവർ പാർട്ടിക്കുള്ളിലുണ്ട്. ഇത്തരം പകപോക്കലുകൾ വോട്ടർമാരെ പാർട്ടിക്കെതിരെ ചിന്തിപ്പിച്ചു. കഴിവുള്ള നേതാക്കളെ ഭരണത്തിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും അകറ്റി നിർത്തിയത് ഭരണത്തിന്റെ തിളക്കം കുറിച്ചു. പിണറായിയുടെ വ്യക്തിപ്രഭാവം മാത്രം മതി വോട്ട് പിടിക്കാനെന്ന ആത്മവിശ്വാസം അസ്ഥാനത്തായി. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കാൻ MA ബേബിയുടെ നേതൃത്വത്തിൽ പുതിയൊരു തെറ്റിദ്ധരുത്തൽ പ്രക്രിയയ്ക്ക് ഡൽഹിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് അടിയന്തരമായി പ്ലീനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം പിണറായിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പ്രതിരോധത്തിലാക്കി. താഴെത്തട്ടിലുള്ള അണികളുടെ വികാരം കേൾക്കാൻ പ്ലീനം വഴിയൊരുക്കും. ഇത് പിണറായിക്കും ഗോവിന്ദനും നേരെയുള്ള കുറ്റപത്രമായി മാറും. പാലോളി മുഹമ്മദ് കുട്ടി, TK ഹംസ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ വീണ്ടും സജീവമാക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും MA ബേബി നടത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. ഇത് വിഭാഗീയതയ്ക്കല്ല, മറിച്ച് പാർട്ടി അതിന്റെ തനിമയിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. കണ്ണൂർ എന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ പോലും CPMന് അടിപതറി എന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ശൈലിയും ശത്രുക്കളായി കാണുന്ന മനോഭാവം മാറ്റണമെന്ന് PB കർശനമായ നിർദ്ദേശം നൽകി. പാർട്ടിയിലെ മുസ്ലിം സ്വാധീനത്തെക്കുറിച്ച് BJP നടത്തിയ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതും ഭൂരിപക്ഷ വോട്ടുകൾ BJPയിലേക്ക് ചോർന്നതും CPMനെ 3ാം സ്ഥാനത്തേക്ക് പലയിടങ്ങളിലും തള്ളിവിട്ടു. വെറും ജനാധിപത്യ സംരക്ഷണം മാത്രം പറഞ്ഞിരുന്നാൽ പോരാ, പാർട്ടിയുടെ അടിസ്ഥാന തത്വമായ വർഗ സമരത്തിലേക്ക് മടങ്ങണമെന്ന BV രഘുലുവിന്റെ നിർദ്ദേശം പിണറായിക്ക് നവകേരള മാതൃകയ്ക്കുള്ള കനത്ത പ്രഹരമാണ്. 2026 ഈ പരാജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന്റെ രാഷ്ട്രീയ ശൈലിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയെ പോലെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ അതോ തിരുത്തലുകൾക്ക് വിധേയനായി തുടരുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. MA ബേബിയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ പാർട്ടിയെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുമെന്ന് അണികൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും കേരളത്തിലെ CPMലെ പിണറായി വിജയൻ എന്ന വാക്കിനുണ്ടായിരുന്ന സർവാധിപത്യം അവസാനിച്ചിരിക്കുന്നുവെന്ന് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തേക്ക് മാറുമ്പോൾ പാർട്ടി അടിമുടി അഴിച്ചുപണി കൊണ്ട് മാത്രമേ CPMന് കേരളത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകൂ. പ്ലീനം വിളിച്ചു ചേർക്കൽ, റിയാസിനെ മാറ്റി നിർത്തൽ, മുതിർന്ന നേതാക്കളുടെ തിരിച്ചുവരവ്, MA ബേബിയുടെ സജീവ ഇടപെടൽ, ഇതൊരു തിരിച്ചുപോക്കിന്റെ തുടക്കമാണോ അതോ പൂർണ്ണമായ തകർച്ചയുടെ സൂചനയാണോ എന്ന് കാലം തെളിയിക്കും.